ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. ജനകീയ ആസൂത്രണ പദ്ധതി വഴി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. കൊണ്ടാഴി മായന്നൂർ GUP സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരുമ്പോൾ ആ ചവിട്ടി ശരിയാക്കിയിട്ട് അപ്പം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ചില ബോധങ്ങൾ, ചില ഓർമ്മകൾ ഇങ്ങനെ അലതല്ലി വന്നു. പിന്നെ അത് കഴിഞ്ഞ് നീ റൂമിലേക്ക് വന്നപ്പോൾ നീ എന്ത് ചെയ്തു? അവിടെ ലൈറ്റ് കത്തുന്നു. ആ ലൈറ്റ് നീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നീ അടുത്ത അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഫാന് വെറുതെ കറങ്ങുന്നു. നീ നിൻ്റെ കൈ കൊണ്ടുപോയിട്ട് എവിടെ ചെയ്തു? സ്വിച്ച് ഓഫ് ചെയ്തു. അങ്ങനെ നീ ഓരോന്ന് ചെയ്തിട്ട് വന്നു. അതുകൊണ്ട് നീ ഈ ഫാൻ ഓഫ് ചെയ്തതിലൂടെ ഞാൻ എന്താണ് മനസ്സിലാക്കിയത്? നീ ദുർവ്യയം, പാഴ്ചെലവുണ്ടാക്കില്ല, അനാവശ്യമായ ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എനർജി സേവ് ചെയ്യാണ്. അതിലൂടെ നീ ഒരു രാഷ്ട്രത്തെ തന്നെ സേവിക്കുകയാണ് ചെയ്യുന്നത്. നീ അവിടെ മാലിന്യം കണ്ടത് എടുത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടു. അത് ഇട്ടപ്പോൾ നീ ഇവിടെ വൃത്തിയായിട്ട് നോക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നീ ഗേറ്റ് അടച്ചപ്പോൾ ഈ കോമ്പൗണ്ട് മൊത്തം, ഈ കമ്പനി മൊത്തം നോക്കാൻ നീ സംരക്ഷണ ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് നീ തെളിയിച്ചു. അപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK പ്രിയംവദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, P. രാജേഷ്, O. പ്രേമലത, സത്യഭാമ, മായന്നൂർ GUPS പ്രധാന അധ്യാപിക V. ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ജോലി കാര്യങ്ങൾക്കുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ നിമിഷത്തിൽ. അതുപോലെ തന്നെ മാഷ് നേരത്തെ പറഞ്ഞു നമ്മുടെ വിജ്ഞാന കേരളം പദ്ധതിയെക്കുറിച്ച്. തൊഴിൽ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. സർക്കാർ ജോലി മാത്രമല്ല, ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, IT മേഖല, ഇതിലൊക്കെ നിങ്ങൾക്ക് സാഹചര്യം അല്ലെങ്കിൽ ഒരുപാട് അവസരം കിട്ടുന്നതാണ് ഇപ്പോൾ വിജ്ഞാന കേരളം പദ്ധതി. ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരുണ്ടാവും, ചേട്ടന്മാരുണ്ടാവും, അയൽപ്പക്കത്തുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുണ്ടാവും. CCV ന്യൂസ്, കൊണ്ടാഴി.